കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. റിഫാർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത്. ചൊറിച്ചിലിന് ചികിത്സ തേടിയാണ് ജനുവരി 23-ന് മഞ്ചേരി മലബാർ ആശുപത്രിയിലെത്തിയത്. ചൊറിച്ചിലിനുള്ള ഇഞ്ചക്ഷൻ നൽകിയതിനു ശേഷം ശ്വാസം മുട്ടലുണ്ടായി. ശ്വാസം മുട്ടലിന് മരുന്ന് നൽകിയ ശേഷം റിഫാർ അഹമ്മദ് അബോധാവസ്ഥയിലായെന്നും കുടുംബം ആരോപിച്ചു. റിഫയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. മഞ്ചേരി മലബാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപിച്ചാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ചൊറിച്ചിൽ അനുഭവപ്പെട്ട കുട്ടിക്ക് ആശുപത്രിയിൽ വെച്ച് ഇഞ്ചക്ഷൻ നൽകിയതോടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. വിവരം ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നു. ഇതോടെ റിഫ പൂർണ്ണമായും അബോധാവസ്ഥയിലായി. ഒരു തിരിച്ചും മറ്റൊരു 5-6 സൂചിയടിച്ചതിൻ്റെ ദിവസമാണ് ഒരു പിന്നെ ICU കൊണ്ടുപോയിട്ട് ഒരു 11:30ക്കാണ് നമ്മളറിഞ്ഞ്. നമ്മൾ പിന്നീട് ഒരു ഡോക്ടറും സിസ്റ്റർമാരും ആംബുലൻസും ചെയ്യാണ്ട് അതിൽ കയറ്റിയാണ് നേരെ മിംസിക്കാണ് വന്നത്. മിംസിലൊരു 6 ദിവസം അവിടെ മറ്റേ മിഷീനിലൊക്കെ വെച്ച് ഇവിടെ ഈ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും പിഴവ് വന്നതാണ് പറയണത്. അതിന് മുന്നോല് പണം തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളതിന് മുന്നിൽ ഇവിടെ യാഷിക്ക്, ഞാന്, മജീദ്, അഹമ്മദ് അതുപോലെ എന്താ വേണ്ടി ചെലവ് ചെയ്യാം അങ്ങനൊക്കെ ഒരു പറഞ്ഞു. ഞാൻ മരിച്ചോളം പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. വേറെ പിന്നെ അതിന് കൂടുതലൊന്നും പറഞ്ഞു. മികച്ച ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്ന രൂപത്തിലുള്ള വസ്തു ശരീരത്തിലുണ്ടെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. വീട്ടിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ആശുപത്രിയിലെത്തിയത്. റിഫാർ അഹമ്മദ് മരണപ്പെടാനുണ്ടായ കാര്യത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.